പല പല പ്രതിസന്ധികളും ജീവിതത്തിന്റെ വലിയ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ നമുക്കതൊക്കെ തരണം ചെയ്യാനും പിടിച്ചു നിൽക്കാനും എത്ര ദുഃഖങ്ങൾ വന്നാലും ഇവരൊക്കെ തളരാതെ നിൽക്കാനൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ നമ്മളിപ്പോ ഈ കുണ്ടലിനി ശക്തി അത് ഇതൊക്കെ നമ്മൾ സാങ്കേതികമായിട്ട് പലതും പറയും. നമ്മളിതിനെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ വിഷമങ്ങളെയും പ്രശ്നങ്ങളെയും അംഗീകരിക്കാൻ നമ്മുടെ ഉൾക്കരുത്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ലളിതശാസ്ത്രമൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ആ പ്രശ്നങ്ങളിലൊക്കെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ വേണം ടെസ്റ്റ് ചെയ്യാം. നമ്മളിപ്പോ സാധാരണ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മറ്റുള്ളവരിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവരെന്താ ചെയ്യുന്നത്, ഇവരെന്താണ് എന്നുള്ളത്. നമ്മുടെ ചിന്തകളും നമ്മൾ കാണുന്നതും നോക്കുന്നതും ഒക്കെ പുറത്തേക്കാണ്. നമ്മുടെ കണ്ണുകളും പുറത്തേക്കാണ്. സംസാരങ്ങളൊക്കെ മറ്റുള്ളവരെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്. അപ്പൊ കൂടുതൽ ആത്മനിഷ്ഠമായിട്ട് നമ്മൾ ഈ സാധന ലളിതാശാസ്ത്രം നമുക്ക് ഏറ്റവും ബെസ്റ്റാണ്. കാരണം നമ്മളിപ്പോ വലിയ മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര നേരം ഇരിക്കേണ്ട ആവശ്യമില്ല. 1000 നാമങ്ങൾ, അമ്മയുടെ 1000 നാമങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ 1000 വളരെ ശ്രദ്ധയോടുകൂടി ജപിച്ചാൽ മാത്രം മതി. നമുക്ക് എന്താ പറയാ, മനസ്സിന് ശക്തി. നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊന്നും അന്വേഷിച്ചു പോകണ്ടാവും. നമ്മൾ അരമണിക്കൂർ ജീവിതത്തിൽ അല്ലെങ്കിൽ വീട്ടില് ഇരുന്നുകൊണ്ട് ഒരു ഉപാസന ചെയ്യാം. ആ ഉപാസന ചെയ്തതിന് ശേഷം ഇതിന്റെ ടെസ്റ്റിംഗ് നമ്മൾ തന്നെ നടത്തുക. വേറെ ആളെ കാണിക്കാനോ പിന്നെ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ആരെയും ഉപദേശിക്കാതിരിക്കുക. ഇപ്പൊ വീട്ടിൽ നമ്മൾ ലളിതാശാസ്ത്രം ചൊല്ലാൻ തുടങ്ങുമ്പോൾ നമുക്ക് സ്വയം തോന്നും ഞാൻ ഏതാണ്ടൊക്കെ നന്നായിരിക്കും. ഇനി ഹസ്ബൻഡിനെ അല്ലെങ്കിൽ കുട്ടികളെ നാട്ടിൽ പിടിച്ചിരുന്നു വിചാരിച്ചിട്ട് വളരെ തന്ത്രപൂർവ്വം അവർക്ക് ഉപദേശിക്കാൻ തുടങ്ങും. ആരെയും ഉപദേശിക്കാൻ പോകണ്ട. നമ്മൾ സ്ഥിരമായിട്ട് വീട്ടില് ചാൻഡ് ചെയ്ത് തുടങ്ങുമ്പോൾ അവരൊക്കെ സ്വാഭാവികമായിട്ട് ഒന്നില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ മാത്രം ചെയ്യണം. അല്ല നമ്മൾ പുറത്തേക്ക് നമ്മുടെ ശ്രദ്ധ പോകാതിരിക്കാനാ പറഞ്ഞു. അപ്പൊ ആത്മനിഷ്ഠമായിട്ട് ചെയ്യാം. ആ ചെയ്തതിന്റെ ഫലം അല്ലെങ്കിൽ അത് നമ്മൾ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വലിയ വലിയ പ്രതിസന്ധികൾ, നമ്മുടെ ദുഃഖങ്ങൾ, കഠിനമായ ദുഃഖങ്ങൾ, നമ്മുടെ പ്രതിസന്ധികളൊക്കെ നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമുക്ക് തന്നെ സഹിക്കാൻ. ചില പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമില്ല. നമ്മൾ പഠിക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്താലും പരിഹാരം ഉണ്ടാവും. അതൊക്കെ നമ്മുടെ കുറെ കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ പ്രാരബ്ധ കർമ്മങ്ങൾ ഉണ്ടാവും, കുറെ കർമ്മങ്ങളുണ്ടെന്ന് അങ്ങനെ ഉണ്ടാവും. ചിലതൊക്കെ നമ്മൾ പ്രസാദ രൂപത്തിലാണ് ഗർഭവതിയിലൊക്കെ പറഞ്ഞല്ലോ, എല്ലാം പ്രസാദ ബുദ്ധിയോടെ കണ്ട് അതിനെ സഹിക്കുക, അതിന് നേരിടുക, നമ്മൾ തളർന്നു പോകാതിരിക്കുക. ഏത് സാഹചര്യത്തിൽ അത് നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമുക്ക് ഓരോ സമയം ഓരോ ദിവസം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാം. എന്നിട്ട് വളരെ പ്രസാദാത്മകമായിട്ട് ജീവിതത്തെ കാണാൻ മുന്നോട്ട് പോവാം, സ്വസ്ഥമായിട്ടിരിക്കാം. ഇത്രയും പറയാൻ നമുക്ക് അറിയുള്ളൂ. വളരെ ചെറിയ അറിവുള്ള ആളാണ്. അതുകൊണ്ടൊക്കെ അങ്ങനെയൊന്നുമില്ല. രാമനെ